വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐഡിയ. അപ്പം വീണ്ടും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ നല്ല കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമ്മുടെ ഫേസിലിടാം. ഫൗണ്ടേഷൻ ഉപയോഗിക്കാത്ത ഒരു ഗേൾസും ഇല്ല, ബോയ്സ് ഉപയോഗിക്കുന്ന ബോയ്സും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബോയ്സിന്റെ കാര്യം കൂടി പറഞ്ഞത്. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പം കറക്റ്റായിട്ട് കുറച്ച് ടിപ്സും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ടിപ്സും എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം നോർമലി ഉപയോഗിക്കുന്ന വീട്ടമ്മമാരുണ്ടാവും, അല്ലാത്ത ആൾക്കാരുണ്ടാവും, അല്ലാതെ ഫസ്റ്റ് ടൈം ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഇപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചിട്ട് ട്രെയിനിങ് കിട്ടാതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഒന്ന് ഗ്രോ ചെയ്യാനുള്ള ഒരു ടിപ്പും ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലെയുള്ള വീഡിയോ അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പം പ്രൊഫഷണലി പഠിച്ചിട്ട് ഇപ്പം നമ്മൾ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമായിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ മാത്രം യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ മാത്രമേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും നമ്മൾ കുറച്ച് ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പോകുന്ന ആൾക്കാരാണ്, വീട്ടിലിരുന്നിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ മസ്റ്റായിട്ടും വേണ്ടത് ഒരു ഡാർക്ക് ഷെയ്ഡ് ഫൗണ്ടേഷനും വേണം, ഒരു ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷനും വേണം. ഇതാണ് നമുക്ക് മിക്സ് ചെയ്ത് പഠിക്കാൻ എളുപ്പം. കാരണം പല ആൾക്കാരുടെ സ്കിൻ ടോണും പലതാണ്. ഇപ്പം എൻ്റെതായിരിക്കില്ല വേറൊരാളുടേത്. അപ്പം നമുക്ക് വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പം ആ സ്കിൻ ടോൺ ടൈപ്പ് അനുസരിച്ചുള്ള ഫൗണ്ടേഷൻ വേണം എടുക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ളത് ഡാർക്ക് ഷെയ്ഡും കയ്യിലുണ്ടാവണം, ലൈറ്റ് ഷെയ്ഡും ഉണ്ടാവണം. അത് മിക്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പം ഏത് സ്കിൻ ടോൺ ടൈപ്പ് വേണമെങ്കിലും ഈ രണ്ട് ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് ആ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ട് വെക്കാം. ഇത് NYBയുടെ ഞാൻ പറഞ്ഞല്ലോ 03 NYBയുടെ 3-in-1 പ്രൈമർ, ഇത് NYBയുടെ 3-in-1 ഫൗണ്ടേഷൻ ആണ്. യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പോൾ ഫേസിൽ മുഴുവൻ ഈവൻ ആയിട്ടിരിക്കണം. എപ്പോഴും ഒരു സ്പഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഉണ്ടാവുമല്ലോ. ഇപ്പം ഒരു ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലർ ഫേഷ്യൽ ഹെയർ എപ്പോഴും റിമൂവ് ചെയ്യും, ചിലപ്പം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫേഷ്യൽ ഹെയർ എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് വേണം എപ്പോഴും ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൗണ്ടേഷൻ എല്ലാ സ്ഥലത്തും ഡോട്ട് പോലെ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫേഷ്യൽ ഹെയർ താഴോട്ടായിരിക്കും, അപ്പം താഴോട്ട് വേണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. മേലോട്ടാവുമ്പം ഹെയറിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഫൗണ്ടേഷൻ പിടിച്ച് ഒരു പാച്ചി പോലെ ഇരിക്കും. അപ്പോൾ അതൊരു വൃത്തികേടാണ്. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും വൃത്തികേടായിട്ട് മാറുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പം താഴോട്ടേക്ക് വേണം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ടേക്ക് അത് ഇങ്ങനെ വലിച്ചു താക്കൊന്നും വേണ്ട. നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുഴപ്പമില്ല, നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നു എന്നൊന്നും തോന്നുന്നില്ല. NYBയുടെ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് നല്ല സ്കിന്നിൽ നല്ല ഈവണായിട്ട് പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. എത്ര നേരം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. എന്നാലും നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടാലും ഒരുപാട് ഫൗണ്ടേഷനൊന്നും വാരിയിട്ട് ഒരുപാട് മേക്കപ്പ് ഉള്ളതായിട്ട് നമ്മുടെ ഫേസിൽ തോന്നില്ല. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പം അതേ ഫൗണ്ടേഷൻ ഏത് കളറാണോ എടുത്ത് അതേ കളർ ഷെയ്ഡ് അനുസരിച്ച് തന്നെ നമ്മൾ കോമ്പാക്റ്റും യൂസ് ചെയ്യാം. വേറൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നമുക്ക് അല്പം കൂടിപ്പോയി എന്ന് തോന്നി, മുഖത്ത് ഒരുപാട് ഫൗണ്ടേഷൻ വാരി വലിച്ചിട്ടതുപോലെ തോന്നി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ഷെയ്ഡുള്ള കോമ്പാക്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈവൺ ആക്കുക. അപ്പം അത് നമുക്ക് കൂടിയതായിട്ട് തോന്നില്ല. ഫൗണ്ടേഷൻ ഇട്ടത് അല്പം കുറഞ്ഞു പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയ്ഡിനെക്കാട്ടി അല്പം കൂടിയ ഷെയ്ഡുള്ള ഒരു കോമ്പാക്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഈവൺ ആക്കിയാൽ
ആ ഫൗണ്ടേഷൻ കുറഞ്ഞു പോയി എന്നുള്ളത് മാറിക്കിട്ടും. ഇതൊരു ടിപ്പാണ്. അപ്പം ഇതുപോലെയാണ് കറക്റ്റായിട്ട് ഫൗണ്ടേഷനും യൂസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഒരു ടിപ്പും കൂടി കിട്ടിയല്ലോ. അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.